റിലീജിയൻ ആൻഡ് ഹിസ്റ്ററി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂതമതത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചൊരു ലഘു പഠനമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മതങ്ങളിൽ ഒന്നാണ് ജൂതമതം. നിലവിലുള്ള 3 അബ്രഹാമിക മതങ്ങളിൽ, അതായത് സെമറ്റിക് മതങ്ങളിൽ ആദ്യത്തെ മതമാണ് ജൂതമതം. ദൈവം ഏകനാണെന്നും ജൂതർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്നുമുള്ള വിശ്വാസമാണ് ഈ മതത്തിൻ്റെ അടിസ്ഥാനം. തെക്കൻ മെസപ്പൊട്ടോമിയയിലെ കൽദയരുടെ ഊരിൽ നിന്നും ഹാരാൻ വഴി ദൈവത്തിൻ്റെ പ്രത്യേക വിളി കേട്ട് വാഗ്ദത്ത ഭൂമിയായ കനാനിൽ എത്തിയവനും വിശ്വാസികളുടെ പിതാവുമായ അബ്രഹാമിൻ്റെ സന്തതി പരമ്പരയാണ് തങ്ങൾ എന്ന് ജൂതർ വിശ്വസിച്ചു പോരുന്നു. എബ്രായ ബൈബിൾ അനുസരിച്ച് ഈജിപ്തിൽ അടിമയാക്കപ്പെട്ട യാക്കോബിൻ്റെ സന്തതികൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട വിമോചകനായ മോശയുടെ നേതൃത്വത്തിൽ വിമോചിതരായി വാഗ്ദത്ത ഭൂമിയിലേക്ക് മടങ്ങുന്നു. ഈജിപ്തിലെ 450 വർഷത്തെ അടിമത്തത്തിനു ശേഷമുള്ള വിമോചനവും മരുഭൂമിയിലൂടെയുള്ള യാത്രയിലെ സംഭവ പരമ്പരകളും കനാൻ പ്രവേശനവുമാണ് യഹൂദ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ കേന്ദ്ര സംഭവങ്ങൾ. ഈ യാത്രയിൽ മോശയ്ക്ക് സീനായി പർവ്വതത്തിൽ വച്ച് ജൂതന്മാരുടെ നിയമസംഹിതയായ 10 കൽപ്പനകൾ ദൈവം സ്വന്തം കൈകളാൽ എഴുതി കൊടുത്തുവെന്ന് ജൂതർ വിശ്വസിച്ചു പോരുന്നു. 10 കൽപ്പനകളിൽ ജൂത ജനത അനുഷ്ഠിക്കേണ്ട എല്ലാ നിയമങ്ങളും അടങ്ങിയിരിക്കുന്നു. ജൂതമതത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. തനക്ക് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എബ്രായ ബൈബിളാണ് ജൂതമതത്തിൻ്റെ പ്രമാണിക ഗ്രന്ഥം. തനക്ക് എന്ന വാക്ക് ഈ സംഹിതയിൽ അടങ്ങിയിരിക്കുന്ന ഗ്രന്ഥഭാഗങ്ങളുടെ പേരുകളായ തോറ, നെബീം, കെത്തൂബീം എന്നിവയുടെ ആദ്യ അക്ഷരങ്ങൾ ചേർന്നുണ്ടായതാണ്. തനക്കിൻ്റെ 3 ഭാഗങ്ങൾ ഉണ്ട്. 3 ഭാഗങ്ങളിൽ ഒന്നാമത്തെ ഭാഗവും നിയമ സമാഹാരവുമായ തോറയ്ക്കാണ് പ്രഥമ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നത്. തോറ എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം വഴി കാട്ടുക എന്നാണ്. പഞ്ചഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്ന ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്നിവയാണ് തോറയിൽ അടങ്ങിയിരിക്കുന്നത്. നബീമിൽ പ്രവചന ഗ്രന്ഥങ്ങളും കെത്തൂബീമിൽ മറ്റു ലിഖിതങ്ങളുമാണ് ഉള്ളത്. തനക്കിൻ്റെ ആദ്യ ശകലങ്ങൾ വാമൊഴിയായി പ്രചരിച്ചതാകാനാണ് സാധ്യത. പിന്നീടാണ് അതൊരു കൃതി എന്ന നിലയിൽ അന്തിമ രൂപം കൈവരിച്ചത്. തനക്കിൻ്റെ പ്രധാന ഭാഗമായ തോറയുടെ നിലവിലുള്ള പാഠത്തിൻ്റെ ഉത്ഭവത്തെ വിശദീകരിക്കുവാൻ 18ഉം 19ഉം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ച രേഖകൾ ഇതിന് ഉദാഹരണങ്ങളാണ്. തോറ അഥവാ പഞ്ചഗ്രന്ഥങ്ങൾ മോശയാൽ എഴുതപ്പെട്ടു എന്ന് വിശ്വസിച്ചു പോരുന്നു. അടുത്തത് താൽമുദ്. ദൈവദത്തമായ അലിഖിത നിയമങ്ങളുടെയും അവയുടെ വ്യാഖ്യാനങ്ങളുടെയും രേഖ എന്ന നിലയിൽ പിൽക്കാല രചനയായ തൽമുദിനെ ജൂതന്മാർ തോറയോടൊപ്പം മാനിച്ചു. പഠിപ്പിക്കുക, പഠിക്കുക എന്നീ അർത്ഥങ്ങൾ ഉള്ള സെമറ്റിക് മൂല ശബ്ദത്തിൽ നിന്ന് ഉത്ഭവിച്ച തൽമുദ് എന്ന പദത്തിന് എബ്രായ ഭാഷയിൽ പ്രബോധനം, പഠനം എന്നൊക്കെയാണ് അർത്ഥം. യഹൂദ നിയമത്തെയും സന്മാർഗശാസ്ത്രത്തെയും ദർശനത്തെയും ചരിത്രത്തെയും സംബന്ധിച്ച റബ്ബീനിക് സംവാദങ്ങളുടെ രേഖ എന്ന നിലയിലാണ് തൽമുദ് എഴുതിയിരിക്കുന്നത്. തൽമുദിന് 2 ഭാഗങ്ങളുണ്ട്. 2ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ രൂപപ്പെട്ട ആദ്യ ഭാഗമായ മിഷ്ന യഹൂദരുടെ വാചിക നിയമങ്ങളുടെ ആദ്യത്തെ ലിഖിത രൂപമാണ്. 5ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ രൂപപ്പെട്ട 2ാം ഭാഗമായ ഗമോറ ആദ്യ ഭാഗത്തിൻ്റെ വിശദീകരണമാണ്. തൽമുദ്, ഗമാറ എന്നീ പദങ്ങൾ ഒന്നിനു പകരം മറ്റൊന്നായി ഉപയോഗിക്കാറുമുണ്ട്.
മിഷ്നായുടെ സൃഷ്ടാക്കളായ മനീഷികൾ തന്നായിമാർ എന്നും ഗമാറയുമായി ബന്ധപ്പെട്ട വേദജ്ഞാനികൾ അമോറമാർ എന്നും അറിയപ്പെടുന്നു. മിഷ്ന എഴുതിയത് എബ്രായ ഭാഷയിലും ഗമാറകൾ എഴുതിയത് അരമായ ഭാഷയിലുമാണ്. തൽമുദ് 2 രീതിയിൽ ലഭ്യമാണ്. ഇവയിൽ ഹ്രസ്വവും പുരാതനവുമായത് പലസ്തീനിൽ രൂപപ്പെട്ട യെരുശാൽമി അതായത് ജെറുസലേം തൽമുദ് ആണ്. മെസപ്പൊട്ടോമിയയിൽ പിന്നീട് രൂപപ്പെട്ട ബാബ്ലി അഥവാ ബാബിലോണിയൻ തൽമുദ് യെരുശലേം തൽമുദിനേക്കാൾ വലിപ്പം കൂടിയതുമാണ്. ചുരുക്കി പറഞ്ഞാൽ വിട്ടുവീഴ്ചയില്ലാത്ത ഏകദൈവ വിശ്വാസമാണ് യഹൂദ മതത്തിൻ്റെ അടിസ്ഥാനം. അവരുടെ പ്രഭാത സന്ധ്യാ പ്രാർത്ഥനകളുടെ ഭാഗമായ ക്ഷേമ എന്നറിയപ്പെടുന്ന വിശുദ്ധ വിശ്വാസ പ്രഖ്യാപനം ഇതിൻ്റെ പ്രത്യേകത ആണെന്ന് എടുത്തു പറയേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.